ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു മാസ്കാണ്. ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് മാസ്കുകൾ. ഇപ്പം നമുക്ക് വീടിന് വെളിയിലോട്ട് ഇറങ്ങണേ തന്നെ മാസ്ക് കൂടിയേ തിരുവിവാഹത്തിനും ഒക്കെ ഇപ്പോൾ മാസ്ക് നിർബന്ധമാണ്. അപ്പം നമുക്ക് ആദ്യം മാസ്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് കുട്ടികൾക്കായ ഒരു സ്റ്റൈലിഷ് മാസ്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു പഴയ ടീഷർട്ടാണ്. അപ്പോൾ കുട്ടികളുടെ മാസ്ക് തയ്യാറാക്കുമ്പോൾ ഇച്ചിരി ഫ്രണ്ടിൽ ഇച്ചിരി ഡിസൈനുള്ള ടൈപ്പ് ടീഷർട്ട് എടുക്കുകയാണ് നല്ലത്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ ടീഷർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു റൗണ്ട് ഷേപ്പ് പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ആകുമ്പോൾ നമുക്ക് ഒരു ഇടത്തരം വലിപ്പമുള്ള പ്ലേറ്റ് മതി. ഇതേപോലെ നമ്മുടെ ഡിസൈനുള്ള ഭാഗത്ത് ഞാൻ പ്ലേറ്റ് കമത്തി വെച്ച് ഒരു ചോക്ക് ഉപയോഗിച്ച് അതൊന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പം നമ്മളിതൊന്ന് വരച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പം ടീഷർട്ടിൻ്റെ ഫ്രണ്ടും ബാക്ക് പോർഷനും കൂടെ ചേർത്ത് നമുക്ക് 2 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ടീഷർട്ട് ഉപയോഗിച്ച് നമുക്ക് 2 മാസ്ക് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ മുറിച്ച ഭാഗം 4ആയിട്ട് മടക്കി എടുക്കണം. മടക്കിയതിന് ശേഷം ഇതേ രീതി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ 4 പീസ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഒരേപോലെ ഡിസൈനുള്ള ഭാഗം തമ്മിൽ വേണം ചേർത്ത് വെക്കാൻ. അപ്പോൾ നമ്മൾ ചേർത്ത് വെച്ച് തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വശവും മാത്രം വേണം ഒരുമിച്ച് വെച്ച് ചേർത്ത് തയ്ക്കാൻ. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും തയ്ക്കാം. ഞാനിപ്പോൾ കൈത്തയ്യൽ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പം നമ്മുടെ 2 പീസ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം ഡിസൈനുള്ള ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് അതിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു ഭാഗം വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഭാഗത്തു കൂടി നമ്മുടെ മാസ്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ നല്ല വശം നമുക്ക് വെളിയിൽ വരത്തക്ക രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്കിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി തയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും മടക്കി തയ്ച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് ടീഷർട്ടിൻ്റെ ഇതുപോലൊരു പീസാണ്, ചെറിയൊരു പീസ് മതി. അത് ഇതേപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിന് പകരം ഈ ഒരു വള്ളിയാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വള്ളി എടുത്ത് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്നതിൻ്റെ ഉള്ളിലൂടെ കയറ്റി കെട്ടിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇച്ചിരി കൂടെ ഏജ് ഉള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഒരു കലങ്കാരി, പഴയ ഒരു കലങ്കാരിയുടെ പീസ് കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൻ്റെ 2 സൈഡ് ലേസാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഏത് തരത്തിലുള്ള മാസ്കുകളും തയ്യാറാക്കിയെടുക്കാം. ഇതൊരു പഴയ ജീൻസിൻ്റെ ഷോർട്സിൽ നിന്ന് തയ്യാറാക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് തുണിയിൽ നിന്ന് വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഒന്നും ഇല്ലെങ്കിൽ, സൈഡിൽ കൊടുക്കാൻ ഇലാസ്റ്റിക് ഒന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലെഗിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പീസും ഇതേപോലെ നമുക്ക് ഇലാസ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാം. എല്ലാവരും മാസ്കുകൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.